ജാലകത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സഞ്ചാരം എന്ന ഒരു പങ്ക്തിയിലൂടെ നിങ്ങളുടെ ഹൃദയത്തിലൊക്കെ ഇടം കിട്ടിയ ഒരു മലയാളിയെ അനുകരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ശൈലി സ്വീകരിക്കുന്ന മറ്റൊരു മലയാളിയെയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ സിനി ജോബൻ ഞങ്ങളുടെ മലയാള ജാലകത്തിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഞങ്ങളുടെ ഇന്ന് ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ എത്തി കുറേ കാര്യങ്ങൾ ഇന്ന് നമ്മൾ സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് തുടങ്ങാം. സിനി നാട്ടിലെവിടെയാണ്, എന്താണ് ഇവിടെ ചെയ്യുന്നത്, വീട്ടിലാരൊക്കെ ഉണ്ട്? നാട്ടില് ട്രിവാൻഡ്രത്താണ്. പിന്നെ വീട്ടില് എൻ്റെ അച്ഛനും അമ്മയുണ്ട്. ഇവിടെ എൻ്റെ ഹസ്ബൻഡും 2 കുട്ടികളും. അപ്പോൾ ഇവിടെ ഞാൻ സോഫ്റ്റ്വെയർ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം എനിക്കറിയാം തീർച്ചയായിട്ടും സിനിയുടെ ആദ്യമായിട്ട് ഞാൻ പറയുന്നത് ഇപ്പോൾ കുറേ യൂട്യൂബ് വീഡിയോസ് ഇറങ്ങുന്നുണ്ട്. നിങ്ങൾ യാത്രകളിൽ നിങ്ങൾ എന്തൊക്കെ കണ്ടു, എങ്ങനെ കണ്ടു എന്നുള്ളത്. അതുമാത്രമല്ല ഫേസ്ബുക്ക് പേജിൽ എപ്പോഴും നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ആ അപ്ഡേറ്റുകൾക്കൊരു പ്രത്യേകതയുണ്ട്. സാധാരണ മലയാളികൾ അല്ലെങ്കിൽ ഒരാൾ ഹോളിഡേയ്സിന് പോകുമ്പോൾ അയാളുടെ ഫേസ് അല്ലെങ്കിൽ അയാളുടെ രൂപങ്ങൾ വളരെ പല രീതിയിൽ നിർത്തി കാണിക്കുക എന്നുള്ളതാണ് ഒരു ട്രെൻഡ്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സിനി ചെയ്യുന്നത് കാണുന്ന അല്ലെങ്കിൽ ആ ഒരു കൾച്ചറൽ ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഓരോ മോണിമെൻറ്റ്സ് അല്ലെങ്കിൽ യാത്രകളിൽ കാണുന്ന അനുഭവങ്ങൾ, അതിനാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ള യൂട്യൂബ് ഇതാണ് കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ശൈലി എപ്പോഴും നമ്മുടെ സഞ്ചാരത്തിൻ്റെ ഒരു ശൈലിയാണ്. അപ്പം ഞാൻ ആദ്യം അതാണ് ചോദിക്കുന്നത്, എങ്ങനെയാണ് ആ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഉത്തേജനം കിട്ടിയത്? എന്താണ് അതിൻ്റെ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് പണ്ട് തൊട്ടേ എനിക്ക് വേൾഡ് ട്രാവൽ എൻ്റെ ഒരു ഡ്രീം ആയിരുന്നു. ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് കഴിഞ്ഞ് എനിക്കൊന്നൊരു 20 years മുമ്പാണ് ആദ്യമായിട്ട് നമ്മൾ സഞ്ചാരത്തിൻ്റെ CD വീട്ടിൽ 2000 സ്റ്റാർട്ടിൽ നമുക്കൊരു ഹോൾ പാക്കേജ്, ആ ഹോൾ സീരീസ് അന്ന് യൂറോപ്പിൻ്റെ ചെയ്തിരുന്നല്ലോ, അത് കിട്ടി. അത് അരിച്ചു പിറക്കിയിരുന്ന് കണ്ടു. അത് എനിക്കങ്ങ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് നമ്മുടെ ഫാമിലിയിൽ എല്ലാവരും കണ്ടു, പേരൻസ് എല്ലാവരും കണ്ടു. അന്ന് ഞാൻ ഓർക്കുന്നുണ്ടാകുന്ന അത് കണ്ടപ്പോൾ കിട്ടിയ സന്തോഷവും ആ ലേണിങ്ങും ഭയങ്കര ഇഷ്ടമാണ്. അന്ന് എനിക്ക് മനസ്സിലായി ഭയങ്കര ഇഷ്ടമാണ് ട്രാവൽ, എസ്പെഷ്യലി യൂറോപ്പ്. നമ്മുടെ ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻസ് എല്ലാം അവിടെയാണ്. അപ്പോൾ അത് കുറേ നന്നായിട്ട് സന്തോഷ് കുളങ്ങര ചെയ്തിരുന്നു. അപ്പോൾ അത് ആയിരുന്നു ആദ്യത്തെ ഇൻസ്പിറേഷൻ എന്ന് പറയാം. അത് ഫുൾ കണ്ടു എന്ന് പറഞ്ഞാൽ എത്ര വർഷം കണ്ടെന്ന് തന്നെ എനിക്കറിയില്ല. ഞാൻ മൂവി പോലും ഇങ്ങനെ ഇരുന്ന് കാണത്തില്ല, അത്ര ഇഷ്ടപ്പെട്ടിരുന്ന് കണ്ടു. അപ്പോൾ അതായിരുന്നു ഇത് സ്റ്റാർട്ടിങ് പോയിന്റ്. അന്നേ എനിക്ക് മനസ്സിലുണ്ടായിരുന്നു ഈ കൺട്രീസൊക്കെ ഒരു നാളെ യാത്ര ചെയ്യണം, പറ്റുമെങ്കിൽ ഫാമിലി ആയിട്ട് യാത്ര ചെയ്യണം. യാത്ര ചെയ്താൽ മാത്രം പോരാ, അത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്ത് എല്ലാം മനസ്സിലാക്കണം. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു സ്റ്റാർട്ടിങ് ഇൻസ്പിറേഷൻ. പിന്നെ അപ്പോൾ ഇതിലെല്ലാം മനസ്സിലാക്കാൻ ശ്രമിക്കും. പിന്നെ റിക് സ്റ്റീവ്സിൻ്റെ വീഡിയോസ് ഭയങ്കര ഇഷ്ടമാണ്. അത് ഒത്തിരിയും കാണും. അത് പുള്ളി ഒത്തിരി യൂറോപ്പ് കവർ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒത്തിരി ട്രാവലോഗ്സും വീഡിയോസും പണ്ട് തൊട്ടേ കാണും. ആക്ച്വലി അതാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. ഇപ്പോഴും അത് തന്നെയാണ് കാണുന്നത്. ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഓരോ സ്ഥലത്തെ പറ്റി അറിയാനും പിന്നെ ഓരോ പുതിയ കൾച്ചർ എല്ലാം എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് നല്ല എല്ലാവർക്കും നമ്മുടെ ഫാമിലിയിൽ. അപ്പോൾ അതാണ് മെയിൻ. 20 വർഷത്തിന് മുമ്പേ തുടങ്ങിയ ഒരു ഡ്രീമാണ് ഇപ്പം നിങ്ങളതൊരു റെഗുലർ പാറ്റേൺ ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചെയ്യുന്നത്. അതെ, എന്ന് വെച്ചാൽ നമ്മൾ അന്ന് ഡ്രീം ചെയ്തെന്ന് പറഞ്ഞാലും നമ്മൾ ഇന്ത്യയിലായിരുന്നു. അന്ന് ഭയങ്കര ഹെക്റ്റിക് ആയിരുന്നു. നമുക്ക് എന്താ പറയുക, ഒരു വർഷം മുഴുവൻ നമ്മൾ വർക്ക് ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് ഒരു ബ്രേക്ക് എടുക്കണം, അല്ലെങ്കിൽ ഹോളിഡേക്ക് പോകണം. എപ്പോഴും വർക്ക് എന്നുള്ള ഒരു മെൻറ്റാലിറ്റി ആണല്ലോ പൊതുവെ. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല. അങ്ങനെ നമുക്ക് പെട്ടെന്ന് ഒന്ന് പോകാനാണെങ്കിൽ ചെറിയൊരു ലോക്കൽ ട്രിപ്പ്, അല്ലാതെ നമുക്ക് ശരിക്കും നമുക്ക് ഡ്രീം ചെയ്യുന്ന പോലെ പോകാനൊന്നും അന്ന് പറ്റിയിട്ടില്ല. അപ്പോൾ അത് മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഐ തിങ്ക് വി ആർ വെരി ലക്കി. ഇവിടെ ഓസ്ട്രേലിയയിൽ വന്നപ്പോൾ ശ്രദ്ധിച്ച പല കാര്യങ്ങളും നമ്മൾ പല നല്ല കാര്യങ്ങളും കണ്ടു പഠിക്കുമല്ലോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഏറ്റവും പോസിറ്റീവായിട്ട് തോന്നിയത് ഇപ്പോൾ വർക്ക് പ്ലേസിലാണെങ്കിലും നമ്മൾ ഹോളിഡേയ്സിന് എൻകറേജ് ചെയ്യണം. എനിക്ക് ഇവിടുത്തെ നല്ല കാര്യങ്ങൾ നമ്മൾ ഒത്തിരിയും കണ്ടു പഠിക്കണമല്ലോ. അപ്പോൾ അതിനകത്ത് ഒരു ഇതെന്ന് പറയുന്നത് എല്ലാവരും ബ്രേക്ക് എടുക്കുന്നു, മച്ച് നീഡഡ് ബ്രേക്ക്. എന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, എസ്പെഷ്യലി വെക്കേഷൻ. അത് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നു. അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്കിവിടെ അതിനുള്ള പല രീതിയിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതുപോലെ നമ്മുടെ പാസ്പോർട്ട് നമുക്ക് പലയിടത്തും വിസ ഫ്രീ ആയിട്ട് സഞ്ചരിക്കാം. അപ്പോൾ അതൊക്കെ ഒരു നല്ലൊരു ഇതാണ്. ഈവൻ ദോ നമ്മൾ കുറച്ച് എവേ ആണ് ഫ്രം സേ പ്ലേസസ് ലൈക്ക് യൂറോപ്പ്, എങ്കിലും നമുക്ക് അതിനുള്ള ഒത്തിരി ഓപ്ഷൻസ് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് യൂട്ടിലൈസ് ചെയ്യാമല്ലോ എന്ന് ഓർത്ത് അങ്ങനെയാണ് നമ്മൾ അതിലോട്ട്
തുടങ്ങിയത്. ആക്ച്വലി 2017 നമ്മൾ ആദ്യമായിട്ട് ഒരു ആദ്യത്തെ യൂറോപ്പ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ കൺട്രീസ് പോയി. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പോകുമ്പോൾ നമ്മൾ ആലോചിച്ചു എങ്ങനെയാണ് നമ്മൾ പോവുക. ഇപ്പം തന്നെ പോകാനായിട്ട് നമുക്ക് അറിയില്ല ഫസ്റ്റ് ടൈം പോകുമ്പോൾ, അപ്പം എങ്ങനെ പോകും. അപ്പോൾ നമ്മൾ ഓർത്തു ഓക്കെ ഫസ്റ്റ് ടൈം നമുക്കൊരു പാക്കേജിൻ്റെ കൂടെ പോകാം, അത് കഴിഞ്ഞൊന്ന് കണ്ടു നോക്കാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ തന്നെ അങ്ങനെ അന്നേ കരുതിയിരുന്നു. അപ്പോൾ നമ്മളൊരു ഇന്ത്യയിൽ നിന്നുള്ളൊരു GNS എന്ന് പറയുന്നൊരു ഗ്രൂപ്പുമായിട്ടാണ് ആദ്യം ട്രാവൽ ചെയ്യുന്നത്. അവരുടെ ആ പാക്കേജിൽ UK, സ്വിറ്റ്സർലൻഡ്, ഇറ്റലി, അങ്ങനെ കുറേ വത്തിക്കാൻ സിറ്റി, അങ്ങനെ നമ്മൾ കുറേ കൺട്രീസ് അതിനകത്ത്, ജർമ്മനി കുറേ അതിനകത്ത് കവേർഡ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു പാക്കേജ് എടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യുക, അവർ ഇന്ത്യയിൽ നിന്ന് വരുന്ന ഗ്രൂപ്പാണല്ലോ, സോ നമ്മൾ അവരെ ഇവിടെ നിന്ന് ജോയിൻ ചെയ്തു. അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളൊന്ന് ഒരു ഫ്യൂഷനായിരുന്നു. നമ്മൾ UK ആദ്യം പോയത്, ലണ്ടൻ. അപ്പോൾ അവിടെ നിന്ന് അവരെ ജോയിൻ ചെയ്തിട്ട് അതിന് മുമ്പ് 2-3 ദിവസം നമ്മൾ തന്നെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ നമുക്ക് തന്നെ ഒരു ചെറിയ എക്സ്പീരിയൻസ് തന്നെ പ്ലാൻ ചെയ്യാനുള്ള. എന്നിട്ട് അവരുമായിട്ട് ജോയിൻ ചെയ്ത് അവരുമായിട്ട് എക്സ്പ്ലോർ ചെയ്തു. അത് കഴിഞ്ഞ് മിലാനിലാണ് ഇത് ഫിനിഷ് ചെയ്യുന്നത്. അവർ നമ്മളെ ഡ്രോപ്പ് ചെയ്തിട്ട് പോയി, ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, തിരിച്ച് നമ്മുടെ ഹോട്ടലിൽ. അത് കഴിഞ്ഞ് മിലാൻ നമ്മളൊന്നും കൂടി എക്സ്പ്ലോർ ചെയ്തു. അപ്പോൾ അങ്ങനെ നമുക്കൊരു ഫ്യൂഷൻ കിട്ടി. അതായത് നമ്മൾ നമ്മുടേതായ രീതിയിലും കുറച്ച് എൻജോയ് ചെയ്തു, അതേപോലെ ഒരു പാക്കേജിൻ്റെ കൂടെ. അപ്പോൾ നമുക്ക് ആ ഡിഫറൻസും മനസ്സിലായി. അപ്പോൾ അതൊരു വലിയ ഒരു ഇതായിരുന്നു, ശരിക്കും നല്ലൊരു ലേണിംഗ് ആയിരുന്നു. അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ്. അതിൽ നിന്ന് അവിടെ നിങ്ങൾ പാക്കേജും ചെയ്തു, തന്നെയും ചെയ്തു. അപ്പോൾ അതിൽ ഏതാ നല്ലതായിട്ട് ആ സമയത്ത് തോന്നിയത്? ഡെഫിനറ്റ്ലി തന്നെ ചെയ്യുന്നതാണ്. പാക്കേജ് ചെയ്യുമ്പോൾ ഉള്ള ഒത്തിരിയും ഡിസഡ്വാൻറ്റേജസ് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ, നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് പോകാൻ പറ്റില്ല. നമുക്കിപ്പോൾ എവിടെയെങ്കിലും ഒരിടത്ത് പോയി ഈവൻ നമുക്ക് ഒരിടത്ത് നിന്ന് ഒരു ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞാൽ പോലും ചെയ്യാൻ പറ്റില്ല. കാരണം എല്ലാം അലോക്കേറ്റഡ് ടൈമാണ്. പിന്നെ ഒരു ഗൈഡ് വന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോകും. എസ്പെഷ്യലി യൂറോപ്പിലൊക്കെ പോകുമ്പോൾ അവർ പറയുന്നത് പകുതി നമുക്ക് എന്താ മനസ്സിലാവില്ല. പിന്നെ ശരിക്കും നമ്മൾ അവിടെ പോയി എന്താ കേട്ടോ ഒന്നും അങ്ങ് പെട്ടെന്നെല്ലാം അങ്ങ് പോയി. സോ ഇറ്റ് വാസ് ജസ്റ്റ് എന്തോ പോയി നമ്മൾ ചെയ്തിട്ട് വന്നു. ബസ്സിൽ ഇങ്ങനെ കുറേ ആവശ്യമില്ലാതെ നമ്മൾ ഒത്തിരി റൂട്ട്സ് വെറുതെ കറങ്ങുന്നുണ്ടായിരുന്നു. ആൻഡ് ദെൻ ഒരു ഉച്ചയാകുമ്പോൾ നമ്മളൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ ഒരു 1 hour അവിടെ സ്പെൻഡ് ചെയ്യും. പിന്നെ കുറേ പ്രായമുള്ള ആൾക്കാരും ഒക്കെ അതിൻ്റെ കൂടെ. അപ്പോൾ അവർക്കൊക്കെ എല്ലാവർക്കും സ്യൂട്ട് ചെയ്യണമല്ലോ. അപ്പം ഒരു എല്ലാ ഓഡിയൻസിനും സ്യൂട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇതാണ്. അപ്പം നമുക്ക് ഫാമിലിക്ക് നമ്മുടെ പേഴ്സണലി നമുക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ പോകാനോ നമുക്കത് അവിടെ സമയം ചെലവഴിക്കാനോ ഒന്നും പറ്റുന്നില്ല. ഇതാകുമ്പോൾ നമ്മൾ അതേസമയം തന്നെ പോകുമ്പോൾ നമ്മുടെ ടൈം നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെലവഴിക്കാം. അതുപോലെ നമുക്ക് വേണ്ടുന്ന രീതിയിലെല്ലാം ടൈം സ്പെൻഡ് ചെയ്യും. അതാണ് അതിനകത്ത് ഏറ്റവും വലിയ പോസിറ്റീവ്. അതുപോലെ പബ്ലിക് ട്രാൻസ്പോർട്ട്, അതായത് പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ്, ഇപ്പോൾ ഇന്ത്യയിൽ പോയി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ യൂറോപ്പൊക്കെ തന്നെ അവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് വെരി ഗുഡ്. അപ്പം നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ നടന്ന് എക്സ്പ്ലോർ ചെയ്ത് കാണാം. അവിടെയൊന്നും അധികം നടന്നിട്ടില്ല. നമ്മൾ ബസ്സിലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ടൂർ അടിച്ചു. അപ്പം അതുകൊണ്ടൊന്നും നമ്മൾ ശരിക്കും ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നില്ല, കുട്ടികൾക്കും കിട്ടുന്നില്ല. അപ്പം ഭയങ്കര വലിയ ഡിഫറൻസ് ആണ്. അത് ഡെഫിനറ്റ്ലി നമ്മൾ തന്നെ പോകുന്നത് തന്നെയാണ്. പക്ഷേ പോസിറ്റീവ്സും ഉണ്ട്. നമ്മളൊന്നും അറിയണ്ട, അതിനകത്ത് കയറി ഇരുന്നാൽ മതി. അത് പ്ലാനിങ് കുറവാണ്, അവർ പറയുന്ന സമയത്ത് വന്നാൽ മതി, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ കുറേ നല്ല ഫ്രണ്ട്സിനെ കിട്ടി. ഇപ്പോഴും അവരുമായിട്ടൊക്കെ നമ്മൾ നല്ല വാട്സാപ്പിലൊക്കെ നല്ലൊരു ഗ്രൂപ്പായിരുന്നു. അപ്പം നല്ല ഗ്രൂപ്പ് അല്ലെങ്കിൽ അതാണ് വേറെ, നല്ല ഗ്രൂപ്പ് അല്ലെങ്കിൽ ദാറ്റ് ക്യാൻ ബി എൻ ഇഷ്യൂ. അവരുമായിട്ട് നമ്മൾ എൻജോയ് ചെയ്യണമെന്നില്ല. അങ്ങനെയുള്ള അതാണ് രണ്ടിൻ്റെയും കമ്പാരിസൺ. അപ്പൊ നിങ്ങൾ അങ്ങനെ ഒരു ഫ്യൂഷൻ ചെയ്തു ആദ്യമേ, അത് മിലാനിൽ അവസാനിച്ചു. പിന്നെ എന്താ, എങ്ങനെയാണ് ബാക്കിയുള്ള പ്ലാനിങ്? അപ്പോൾ ആ ഒരു യാത്രയോടെ നമ്മൾ ഡിസൈഡ് ചെയ്തു നമുക്ക് ഇനി ഇത് പോകണം. നമുക്ക് ഒത്തിരി എസ്പെഷ്യലി സ്വിറ്റ്സർലൻഡ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ ഇത്രയും ആ ഒരു ബ്യൂട്ടി കണ്ട് നമ്മൾ ഭയങ്കരമായി അങ്ങ് ശരിക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ പിന്നെ ഇറ്റലിയിലെ പിന്നെ ആ ചർച്ചസും ഒക്കെ കണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു. ഒന്നും പിന്നെ ഇതെന്തായാലും ഇനിയും ചെയ്യണമെന്ന് അപ്പം തന്നെ കരുതി, തന്നെ ചെയ്യണമെന്ന് തന്നെ ഡിസൈഡ് ചെയ്തു. അങ്ങനെയാണ് 2019 നമ്മൾ തന്നെ വേറൊരു ട്രിപ്പ്, അത് കംപ്ലീറ്റ്ലി ഞാൻ തന്നെ പ്ലാൻ ചെയ്യായിരുന്നു. പക്ഷെ കുറേ മന്ത്സ് ഇങ്ങനെ സ്ലോലി പ്ലാൻ ചെയ്ത് ഒരു ഐറ്റിനറി, അതായത് ആദ്യമേ നമ്മളെങ്ങനെ എവിടെയൊക്കെ പോകണം എന്നുള്ള ഒരു ലിസ്റ്റ് ഉണ്ടാക്കി. നമ്മൾ ഫാമിലി ആയിട്ട് പോകുന്ന കാരണം എല്ലാവരോടും അഭിപ്രായം ചോദിക്കും. ഓരോ ഇപ്പോൾ കുട്ടികളോടും എല്ലാം ചോദിക്കും ഓരോ ഡെസ്റ്റിനേഷൻ. പിന്നെ ഞാൻ പറഞ്ഞില്ല ഒത്തിരി ട്രാവൽ വീഡിയോസ് കാണും. അപ്പോൾ അതിൽ നിന്നുള്ള ടിപ്സ് ഉണ്ട്, ഇൻ്റർനെറ്റിലുണ്ട്. അപ്പോൾ അങ്ങനെ ഒത്തിരി നാൾ നമ്മൾ റിസർച്ച് ചെയ്തു. അങ്ങനെ നമ്മൾ ഏതൊക്കെ കൺട്രീസ് പോകണം എന്നുള്ളത് ഡിസൈഡ് ചെയ്തു. അങ്ങനെ നമ്മൾ ആംസ്റ്റർഡാം, ജർമ്മനി, അങ്ങനെ നമ്മൾ കുറേ കൺട്രീസ് അവിടെ പിക്ക് ചെയ്തു. അങ്ങനെ എന്നിട്ട് നമ്മൾ ആ രണ്ടാമത്തെ ട്രിപ്പ് പോയി പിന്നെയും 4-5 യൂറോപ്യൻ കൺട്രീസിൽ പോയി. ദാറ്റ് വാസ് എഗെയിൻ എ വെരി ഗുഡ്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. തന്നെ ചെയ്തതിൻ്റെ ഒരു സന്തോഷവും നമുക്ക് വേണ്ടുന്ന പോലെ എല്ലായിടത്തും ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയതിൻ്റെ ഒരു ഇതും ഒക്കെ ആയിട്ട് ഒരു അടിപൊളി യാത്രയായിരുന്നു സെക്കൻഡ് ട്രിപ്പ്. ബട്ട് ഇറ്റ് ടുക്ക് എ ലോട്ട് ഓഫ് പ്ലാനിങ്, ബട്ട് ഇറ്റ് വാസ് വർത്ത് ഇറ്റ്.
ഓക്കെ, അപ്പം ഞാൻ പ്ലാനിങ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ഒരു ഒന്ന് രണ്ടായിരിക്കില്ല, അതിൽ കൂടുതൽ ട്രാവലൊക്കെ കാണുന്നുണ്ടാകും, അല്ലെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഏറ്റവും ടോപ്പ് 10 ഒരു വ്യൂസ് കാണാൻ അങ്ങനെയൊക്കെ പിക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളിങ്ങനെ ഒരു പാക്കേജ് പോലെ പ്ലാൻ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ ഒരു വേൾഡ് ട്രിപ്പ് പോയിട്ടേ ഇല്ല, പ്ലാനിങ് ഒന്നും സാധാരണ ചെയ്യാറില്ല. അപ്പം അങ്ങനെ ഏറ്റവും പുതിയതായിട്ട് തന്നെ ഫാമിലിയായിട്ട് ട്രിപ്പ് ചെയ്യേണ്ട ഒരാൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ആ പ്ലാനിങ് സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ആദ്യം വെൻ ടു ട്രാവൽ, ആദ്യമേ നമ്മൾ എപ്പോഴാണ് ട്രാവൽ ചെയ്യേണ്ടതെന്നുള്ളത് ഡിസൈഡ് ചെയ്യണം. അപ്പോൾ അതിലൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രാവൽ ചെയ്യുന്ന പീക്ക് ടൈംസ് ഉണ്ട്. ഇപ്പം ഏപ്രിൽ, ഇപ്പോൾ യൂറോപ്പൊക്കെ ആണെങ്കിൽ സ്പ്രിംഗ് സീസണിലാണ് ടോപ്പ് സീസൺ. അവിടെ ഭയങ്കര ഹൈ റേറ്റ്സ് ആയിരിക്കും. നമ്മളൊരു ഫാമിലി ആയിട്ടൊക്കെ പോവുകയാണെങ്കിൽ ആ ടൈമിൽ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ വിൽ ബി പേയിങ് സോ മച്ച്. പാക്കേജ് ടൂറിൽ പോകുമ്പോൾ അത്രയും നമ്മൾ ചിലപ്പോൾ അറിയത്തില്ല, പക്ഷേ നമ്മളൊരു ഫാമിലി ആയിട്ട് പോകുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിൽ എൻഡ് അപ്പ് പേയിങ് സോ മച്ച്. അപ്പം നമുക്ക് ഷോൾഡർ സീസൺസ് ചൂസ് ചെയ്യാം. അതായത് നമ്മൾ യൂഷ്വലി സെപ്റ്റംബർ, ഒക്ടോബർ ആ ഒരു സീസണാണ്. അപ്പം സ്കൂൾ ഹോളിഡേയ്സും ഉണ്ട്, അതിൽ നിന്ന് കുറച്ചൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റും. സോ ദാറ്റ് ഈസ് എ ഗുഡ് ടൈം ടു ഗോ. യൂറോപ്പിൽ പോകാനാണെങ്കിൽ ഡോണ്ട് ഗോ ഫർദർ ദാൻ മേ ബി ഒക്ടോബർ. കാരണം ഇപ്പം നവംബറും ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇറ്റ്സ് വിൻ്റർ സീസൺ. അപ്പം നമുക്ക് അതുപോലെ ശരിക്കും നമ്മളെപ്പോഴും പോകുന്നില്ലല്ലോ, നമ്മൾ വൺസ് ഇൻ എ ലൈഫ് ടൈം അല്ലെങ്കിൽ പോകുമ്പോൾ നന്നായിട്ട് അവിടുത്തെ ബ്യൂട്ടി എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ഷുഡ് ഗോ ഓട്ടം. പിന്നെ ഒത്തിരി അങ്ങ് കഴിയരുത്. അപ്പോൾ ആ ഒരു സീസൺ ഏത് ടൈമിൽ പോകണം, എന്നാൽ അത് നമ്മുടെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് പോകാനും പറ്റണം. സോ സെപ്റ്റംബർ ഇസ് എ വെരി ഗുഡ് പീരീഡ് ഇഫ് യു ഗോയിങ് ടു യൂറോപ്പ്. അല്ല നമ്മൾ സ്പെയിൻ പോലുള്ള ഇപ്പോൾ ഐബീരിയൻ പെനിൻസുല അവിടെയൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി മെഡിറ്ററേനിയൻ ക്ലൈമറ്റ്. അപ്പോൾ അവിടെയൊക്കെ പോകാനാണെങ്കിൽ യു ക്യാൻ ഗോ ഇൻ നവംബർ ഓൾസോ. നമ്മളങ്ങനെ പോയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അവിടെ കുറച്ചും കൂടി ഇറ്റ്സ് ഓക്കെ. പക്ഷേ സെൻട്രൽ യൂറോപ്പ് അവിടേക്കാണ് പോകുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഗോ ബിഗ് മോർ ഏർലി. ഏപ്രിൽ വിൽ ബി ഐഡിയൽ ഇഫ് യു ഹാവ് ദ മണി, ഡെഫിനറ്റ്ലി ഗോ ഫോർ ഇറ്റ്. പക്ഷേ അല്ലെങ്കിൽ അപ്പോൾ അതാണ് ആദ്യം വെൻ ടു ഗോ, പിന്നെ വേർ ടു ഗോ. അത് എഗെയിൻ അതിൽ നമ്മൾ പല ബഡ്ജറ്റ് അനുസരിച്ചാണ്. ഇപ്പം നമുക്കിപ്പം സെൻട്രൽ യൂറോപ്യൻ കൺട്രീസ്, നമ്മളിപ്പോൾ സ്വിറ്റ്സർലൻഡ് അങ്ങനെയുള്ള പാരീസ്, ഫ്രാൻസ് അങ്ങനെയുള്ള കൺട്രീസിലൊക്കെ പോകണമെങ്കിൽ ഇറ്റ്സ് മോർ എക്സ്പെൻസീവ്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള ഇറ്റ് വിൽ ബി മോർ. ഇപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ബഡ്ജറ്റ് കുറച്ചാണ് പോകണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ടു ഈസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസ്. അപ്പോൾ അവിടെയും നമുക്കൊരു യൂറോപ്പിൻ്റെ ഫീലും കിട്ടും. അതേസമയം നമ്മൾ വിചാരിക്കുന്ന വെച്ച് ഇപ്പം വേർ ടു ഗോ എന്നുള്ളത് ചൂസ് ചെയ്യുന്നത് 2 ഫാക്ടേഴ്സ് വെച്ചാണ്, നമ്മുടെ കോസ്റ്റും പിന്നെ നമ്മുടെ ഇഷ്ടവും. നമുക്ക് എവിടെ അപ്പം ഓരോയിടത്തും ഇപ്പോൾ ചിലയിടത്ത് ഇപ്പം ബീച്ച് സൈഡ് അങ്ങനെയൊക്കെയുള്ള ഇതാണോ, അത് ചിലയിടത്ത് ലാൻഡ് ലോ കൺട്രീസ് ആയിരിക്കും, ചിലയിടത്ത് പ്യുവർലി ഹിസ്റ്റോറിക്കൽ ഇതായിരിക്കും, ആർക്കിടെക്ചറൽ വണ്ടേഴ്സ് ആയിരിക്കും. അപ്പോൾ അത് ഏതൊക്കെയാണ് നമുക്കിഷ്ടം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ വീഡിയോസ് ഇങ്ങനെ കാണും, കുട്ടികളെ കാണിച്ചു കൊടുക്കും, നിങ്ങൾക്ക് ഇവിടെയൊക്കെ പോയ ഇഷ്ടമാണ്. അപ്പം ഞാൻ പ്ലാൻ ചെയ്യുമ്പോഴാണെങ്കിലും ഓരോ സ്ഥലവും ഓരോ പോകുന്ന ഡെസ്റ്റിനേഷനകത്തുള്ള ഓരോ ആക്ടിവിറ്റി വരെ ഞാൻ നേരത്തെ തന്നെ പ്ലാൻ ചെയ്യും. എന്നിട്ട് എല്ലാവരോടും ചോദിച്ചിട്ടാണ്. അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ ചെല്ലുമ്പോൾ ഇവർക്ക് ബോറിംഗ് ആണ് അങ്ങനെയൊക്കെയുള്ള. അപ്പം ആ ഒരു കാര്യം ഈവൻ അത് പ്ലാൻ ചെയ്യുമ്പോൾ അവിടെയുള്ള എൻട്രി ടിക്കറ്റ് കോസ്റ്റ് സഹിതം, ട്രാൻസ്പോർട്ടേഷൻ ഒരിടത്ത് പോയാൽ എങ്ങനെയാണ് ട്രാൻസ്പോർട്ടേഷൻ സഹിതം എല്ലാം തന്നെ ചെയ്ത് നമ്മൾ പ്ലാൻ ചെയ്യണം. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും, അതായത് ബഡ്ജറ്റ് ഒരെണ്ണം അലോക്കേറ്റ് ചെയ്യുക. ആ ബഡ്ജറ്റിൽ നിന്ന് പിന്നെ നമ്മൾ പ്ലേസ് ഡെഫിനറ്റ്ലി ആദ്യം ചൂസ് ചെയ്യുക, ബഡ്ജറ്റ് അലോക്കേറ്റ് ചെയ്യുക. ഇത് രണ്ടും വെച്ചിട്ട് പിന്നെ നമ്മൾ ഫർദർ പ്ലാൻ ചെയ്യുക. അതായിരിക്കും ഏറ്റവും നല്ലത്. അതാണ് ആദ്യം നമ്മൾ പ്ലാൻ. ഡെഫിനറ്റ്ലി, കാരണം നമുക്ക് പോകുന്ന സ്ഥലം നമുക്ക് ഇഷ്ടമാവണം, അതുപോലെ പോകുന്ന സ്ഥലം ശരിക്കും റൈറ്റ് ടൈമിൽ പോയാലേ എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ 2 കാര്യം ഡെഫിനറ്റ്ലി ഫസ്റ്റ് തിങ്. പിന്നെ ബഡ്ജറ്റ്, പിന്നെ ഹോളിഡേയ്സ് നമുക്ക് നേരത്തെ തന്നെ നോട്ടിഫൈ ചെയ്യാമല്ലോ. ഇങ്ങനെ എടുത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം നേരത്തെ പ്ലാൻ ചെയ്യാം എല്ലാവർക്കും. സോ അപ്പോൾ ആ ഒരു കാര്യമാണ് ഫസ്റ്റ് തിങ്. പിന്നെ ബഡ്ജറ്റ് അലൊക്കേഷൻ, അത് ഞാൻ പറഞ്ഞ പോലെ എല്ലാ കോസ്റ്റിലും നമുക്ക് ചെയ്യാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം. ഇപ്പം ചിലർക്ക് നല്ല ലക്ഷറി വേണം എന്നുള്ളവരാണെങ്കിൽ മേ ബി ഡോണ്ട് ഡു ഇറ്റ് എവറി ഇയർ, മേ ബി ഡു ഇറ്റ് വൺസ് ഇൻ 2-3 years ആൻഡ് ദെൻ ഡു ഇറ്റ് അല്ല. നമ്മൾ കൂടുതലും പറ്റുമെങ്കിൽ 1-2 വർഷം കൂടെ പോകണം എന്നാണ് നമ്മുടെ ആഗ്രഹം. അങ്ങനെയാണ് നമ്മൾ ഭയങ്കര ലക്ഷറി അല്ല, ഒരു മീഡിയം ആ ഒരു ഇതിലാണ് പ്ലാൻ ചെയ്യുക, ഫാമിലിക്ക് സ്യൂട്ട് ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ അതാണ് ഫസ്റ്റ് സെറ്റ് ഓഫ് ഇത്. പിന്നെയുള്ളത് ഫ്ലൈറ്റ്സ്. അപ്പം ഫ്ലൈറ്റ്സ് ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഒത്തിരിയും വെബ്സൈറ്റ്സ് ഉണ്ട്. നമ്മളെപ്പോഴും സ്കൈ സ്കാനറാണ് യൂസ് ചെയ്യുന്നത്. സ്കൈ സ്കാനറിൽ മൾട്ടി ഡെസ്റ്റിനേഷൻ ഓപ്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ പോയിട്ട് നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള കൺട്രി മാപ്പ് എടുക്കുന്നു, കൺട്രീസ് ചൂസ് ചെയ്യുന്നു, ഏറ്റവും നല്ല ട്രാവൽ പാക്സ് ചൂസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ ഒരു ഡെസ്റ്റിനേഷനിൽ അടുത്തുള്ളത് പോകാൻ നോക്കും. അപ്പോൾ യൂറോപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കുറേ കൺട്രീസ് ഒന്നിച്ച് നമുക്ക് ട്രെയിനിൽ തന്നെ ട്രാവൽ ചെയ്യാൻ പറ്റും. ഒരു കൺട്രി പോയിട്ട് പിന്നെ വേറെ ഒത്തിരിയും ദൂരെയുള്ള ഒരു കൺട്രി പോയിട്ട് പിന്നെ തിരിച്ചു വന്ന് അങ്ങനെയൊക്കെ. ഇപ്പോൾ നമ്മൾ അതിൻ്റെ ആ ട്രാവൽ പാത്ത് കറക്റ്റായിട്ട് നോക്കുക, ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായിട്ട് എങ്ങനെ ട്രാവൽ ചെയ്യാൻ പറ്റുക നോക്കുക. ട്രെയിനിൽ തന്നെ പോകാൻ പറ്റുമെങ്കിൽ ദാറ്റ്സ് വെരി ഗുഡ്. ക്ലോസ് ആയിട്ടുള്ള
കൺട്രീസ് ഒന്നിച്ചാണ് നമ്മൾ ചൂസ് ചെയ്യാറ്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഒന്നിച്ച് ഒരു ട്രിപ്പിൽ തന്നെ യു ഫ്ലൈ ടു ദ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ, എന്നിട്ട് ട്രെയിനിൽ യു ക്യാൻ ട്രാവൽ ടു ദ അതർ കൺട്രീസ് ആൻഡ് ഫ്ലൈ ബാക്ക് ഫ്രം അനദർ ഡെസ്റ്റിനേഷൻ. സോ സ്കൈ സ്കാനർ ഇസ് എ വെരി ഗുഡ് ഓപ്ഷൻ. അതിനകത്ത് പോയിട്ട് നമുക്ക് ഈ മൾട്ടി ഡെസ്റ്റിനേഷൻ ഓപ്ഷൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്ന്. പിന്നെ ഗൂഗിൾ സെർച്ച്, ഫ്ലൈറ്റ് സെർച്ച് ഇസ് വെരി ഗുഡ്. കാരണം അത് നമുക്ക് അത് പ്രൊജക്റ്റ് ചെയ്യും. സോ ഒരു ഹോൾ മന്തിൽ റേറ്റ്സ് ഇങ്ങനെ, കാരണം ഓരോ ഡേയിലും ചിലപ്പോൾ റേറ്റ്സ് ഭയങ്കരമായിട്ട് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഒരു ഫാമിലിക്ക് വലുതായിട്ട് കോസ്റ്റ് ഒത്തിരിയും ചേഞ്ച് ചെയ്യും. അപ്പോൾ ചില ഡേയ്സ് ഉണ്ട്, ട്യൂസ്ഡേയ്സ്, അങ്ങനെ ചില ഡേയ്സിൽ ഫ്ലൈറ്റ്സ് ചീപ്പറാണ്. അപ്പം അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പം ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ വെച്ചിട്ട് നമ്മൾ ഫ്ലൈറ്റ്സ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ട്രാവൽ ഏജൻസിനെ വിളിക്കും. സോ വി ടെൽ ദം ഓക്കെ നമുക്ക് ഇങ്ങനെയൊക്കെയാണ്, ഡു യു ഗെറ്റ് എ ബെറ്റർ ഡീൽ, ക്യാൻ യു ഗിവ് എ ബെറ്റർ ഡീൽ, അങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം മേജർ ഫ്ലൈറ്റ്സിന് കൂടുതൽ നമ്മൾ അങ്ങനെ ചെയ്യുന്നത്, അതായത് ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഫ്ലൈ ചെയ്യുന്നതും തിരിച്ചു വരുന്നതും. ഇടയ്ക്കുള്ളതൊക്കെ നമ്മൾ ഇന്റേണൽ ഫ്ലൈറ്റ്സ് വേണമെങ്കിലോ അതൊക്കെ കംപ്ലീറ്റ്ലി നമ്മൾ തന്നെ നോക്കി ബുക്ക്. അതിനൊക്കെ ഒത്തിരിയും വെബ്സൈറ്റ്സ് ഉണ്ട്, ഓരോ പോകുന്ന കൺട്രി അനുസരിച്ചിട്ട്. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഹൈ ലെവൽ പ്ലാനിങ് വരുന്നത്. ഇവിടെ നമ്മളിപ്പോൾ മെൽബണിൽ നിന്ന് ചെയ്യുവാണെങ്കിൽ ഏതെങ്കിലും റെക്കമെൻഡഡ് ഏജൻസി ഉണ്ടോ ഇങ്ങനെ പാക്കേജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇങ്ങനത്തെ? നമ്മൾ അങ്ങനെ പാക്കേജ് ഇതുവരെ എടുത്തിട്ടില്ല. നമ്മുടെ നാട്ടിലെ ഫ്ലൈറ്റ്സ് മാത്രമേ ഉള്ളൂ. ഫ്ലൈറ്റ്സ് നമ്മളിപ്പം ഓരോരുത്തർക്കും ഓരോ ഇവിടെയുള്ള ഒത്തിരി കോമൺ ആയിട്ടുള്ള അത് നമ്മൾ അവരെയൊക്കെ തന്നെയാണ് കോൺടാക്ട് ചെയ്യുക. പക്ഷേ അല്ലാതെ പാക്കേജ് ആയിട്ട് നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. ഞാൻ ആക്ച്വലി ഫ്ലൈറ്റ് സെന്ററിൽ ഇങ്ങനെ 2-3 പ്രാവശ്യം, ബട്ട് ഐ വാസ് നോട്ട് ഹാപ്പി. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ അതിലും ബെറ്റർ നമ്മൾ തന്നെ ചെയ്യുന്നതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ആൻഡ് ഓൾസോ ദേ ചാർജ് യു സോ മച്ച്. അത് നമുക്ക് വി ക്യാൻ ഡു ഇറ്റ് അവർ സെൽഫ്. നമ്മൾ തന്നെ ചെയ്യുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെപ്പറ്റി റിസർച്ച് ചെയ്യാണ്. സോ നമ്മൾ അതിനെപ്പറ്റി നമ്മൾ ചുമ്മാ പോയിട്ട് വരുന്നതും നമ്മൾ അതിനെപ്പറ്റി മനസ്സിലാക്കി അത് ചെയ്യുമ്പോൾ നമ്മളും പഠിക്കുകയാണ്. അപ്പം ദാറ്റ്സ് ഓൾസോ ഗുഡ് എക്സ്പീരിയൻസ്. കുറച്ചുകൂടെ നമ്മൾ റിസർച്ച് ചെയ്ത് മനസ്സിലാക്കുന്ന കുട്ടികളെ ഇൻവോൾവ് ചെയ്യിക്കാൻ പറ്റുമെങ്കിൽ ദാറ്റ് ഇസ് ഓൾസോ ഗുഡ്. അപ്പം അങ്ങനെയൊക്കെയുള്ള അഡ്വാൻറ്റേജസ് ഉണ്ട്. അതുകൊണ്ട് പാക്കേജിനേക്കാളും ഇഫ് യു ക്യാൻ ഡു ഇറ്റ് യുവർ സെൽഫ് ഐ വുഡ് റെക്കമെൻഡ് ദാറ്റ്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പം നമുക്കറിയാം എല്ലാ ട്രിപ്പിനും നല്ല പൈസ വേണം. അപ്പം അതെങ്ങനെയാണ് അതിൻ്റെ ഒരു മണി ബാങ്ക് എങ്ങനെയാണ് നമ്മൾ അതിനൊന്ന് കീപ്പ് ചെയ്യുന്നത്, ആ ഒരു ഇൻവെസ്റ്റ്മെന്റ്? ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഇന്റർനാഷണൽ ട്രിപ്പ് എന്ന് പറയുന്നത് ഭയങ്കര കോസ്റ്റ്ലി ആണെന്നുള്ളതൊരു ബിറ്റ് ഓഫ് മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണെന്ന് ഞാൻ പറയും. കാരണം വി സ്പെൻഡ് എ ലോട്ട് ഓഫ് മണി ഓൺ സോ മെനി തിങ്സ്. നമ്മളിപ്പോൾ പ്രോപ്പറായിട്ട് സേവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഡെഫിനറ്റ്ലി, ഇപ്പോൾ നമ്മൾ ഓസ്ട്രേലിയയിൽ തന്നെ നമ്മളൊരു വേറൊരു സ്റ്റേറ്റിൽ പോയിട്ട് വരുന്നു, അവിടുത്തെ ഹോട്ടൽ കോസ്റ്റ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ആക്ച്വലി സംടൈംസ് കോസ്റ്റ്ലിയർ ദാൻ ഇഫ് യു. അപ്പം നമ്മൾ ഒരു ഡെസ്റ്റിനേഷനിൽ എത്തിപ്പെട്ടാൽ അവിടോട്ട് പോയി വരുന്ന ഫ്ലൈറ്റ് ചാർജ് മാത്രമേ ഉള്ളൂ. അവിടുത്തെ ഡെയിലി കോസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സെപ്റ്റ് ഫോർ ലൈക്ക് സർട്ടൻ കൺട്രീസ്, ലൈക്ക് ഇപ്പം യൂറോപ്പിലെയാണ് ഞാൻ പറയുന്നത്, ഇപ്പോൾ സ്വിറ്റ്സർലൻഡ് അങ്ങനെയൊക്കെയുള്ള കൺട്രീസ് ഒഴിച്ചാൽ മിക്ക കൺട്രീസിലും ഇറ്റ്സ് ആക്ച്വലി ചീപ്പർ ദാൻ ഹൗ മച്ച് യു സ്പെൻഡ് ഇൻ. സോ ഇറ്റ്സ് ജസ്റ്റ് എ ഫ്ലൈറ്റ് ടിക്കറ്റ്സ് അല്ലേ, യു ക്യാൻ സേവ് ദാറ്റ് ഈസിലി ഇഫ് യു പ്ലാൻ. അപ്പോൾ അത് നമുക്ക് നേരത്തെ തന്നെ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ബഡ്ജറ്റ് അലോക്കേറ്റ്. ഇപ്പം നമ്മൾ ഇന്ത്യയിൽ ട്രാവൽ ചെയ്തില്ല, പലരും ഇന്ത്യയിൽ ട്രാവൽ ചെയ്യുന്ന വഴിക്ക് ഏഷ്യൻ കൺട്രീസിൽ പോകുന്നുണ്ട്. ദാറ്റ്സ് എ വെരി ഗുഡ് പ്ലാൻ ബിക്കോസ് എനിവേ യു ആർ ഗോയിങ് ദിയർ. അപ്പോൾ നമ്മൾ അങ്ങനെ ബാലിയിലൊക്കെ അങ്ങനെ പോയിട്ടുണ്ട്, നമ്മൾ ഇനി അങ്ങനെ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഇസ് എ ഗുഡ് വേ ടു ഡു ഇറ്റ്. അല്ലെങ്കിൽ നമ്മൾ ഓൾട്ടർനേറ്റ് ആയിട്ട്, ചിലർ പറഞ്ഞിട്ടുണ്ട് ഓൾട്ടർനേറ്റ് ആയിട്ട് നമുക്കിപ്പം ഇന്ത്യയിൽ പോകുന്ന ഒരു വർഷം നമ്മൾ ചെയ്യാൻ, പേരൻസ് ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വർഷം വോണ്ട് ഗോ ടു ഇന്ത്യ. അതിന് പകരം നമ്മൾ ഏതെങ്കിലും ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഒരു കൺട്രി അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് കൺട്രീസിൽ നമ്മൾ പോകും. അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും, പിന്നെ നമ്മളിപ്പോൾ 2-3 ഓസ്ട്രേലിയൻ ട്രിപ്സ് ഒന്ന് സേവ് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി യു ക്യാൻ സേവ് അപ്പ് ഫോർ ഇന്റർനാഷണൽ ഫ്ലൈറ്റ്. അപ്പോൾ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഇറ്റ്സ് അഫോർഡബിൾ ഇഫ് യു പ്ലാൻ ഇറ്റ് പ്രോപ്പർലി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഫ്ലൈറ്റ് ടിക്കറ്റ് ആണ് എപ്പോഴും കൂടുതൽ നമ്മൾ പറയുമ്പോൾ അയ്യോ അത് ഭയങ്കര കാശാണ് എന്ത് ചെയ്യും എന്നുള്ളത്. പക്ഷെ അത് കഴിഞ്ഞ് നമ്മളൊരു പ്രോപ്പറായിട്ട് നമ്മൾ ഇതൊരു ഏകദേശം ഒരു വേൾഡ് ട്രിപ്പ് പോകാനായിട്ട് എത്ര നാള് പ്ലാൻ ചെയ്യും? മിനിമം ഒരു കുറച്ച് മാസം. ഇപ്പം നമ്മളൊരു 5-6 കൺട്രിയൊക്കെയാണ് പോകുന്നുണ്ടെങ്കിൽ ഞാൻ കുറേ മന്ത്സ് ഇങ്ങനെ ഇടയ്ക്ക് എല്ലാ ദിവസവും കുറച്ചായിട്ട് ഒരു ഞാൻ പറഞ്ഞില്ല, ആദ്യം നമ്മൾ എവിടെയാണ് പോകുന്നത്, ഏതൊക്കെ കൺട്രീസാണ് പോകുന്നത്, ഫ്ലൈറ്റ്സ് എല്ലാം ബുക്ക് ചെയ്തിടും. അത് കഴിഞ്ഞ് പിന്നെ ഓരോ കൺട്രിയിലും ഉള്ള ഇന്റേണൽ ട്രിപ്സും കാര്യങ്ങളൊക്കെ പതുക്കെ പ്ലാൻ ചെയ്യും. ഐറ്റിനറി സ്ലോലി നമ്മൾ പ്ലാൻ ചെയ്യണം. നേരത്തെ ബുക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് പിന്നെ ഫ്ലൈറ്റ് കോസ്റ്റ് കൂടുതൽ. അപ്പോൾ അതെല്ലാം ബുക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഓരോ കൺട്രീനെയും പിന്നെ നമ്മൾ ഡ്രിൽ ഡൗൺ ചെയ്തിട്ട് എവിടെയൊക്കെ പോകണം എന്നുള്ളത് പിന്നെ ഫെർദർ ഇങ്ങനെ റിസർച്ച് ചെയ്യും. കാരണം നമുക്കൊരു ഹൈ ലെവലായിട്ട് നമുക്ക് ആ കൺട്രി നമുക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണല്ലോ നമ്മൾ ചൂസ് ചെയ്തത്. കുറേയൊക്കെ നമുക്ക് ഓൾറെഡി അറിയാം, പക്ഷേ എങ്കിലും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോയിട്ടുണ്ടാവില്ല. അപ്പോൾ ആ ഒരു പ്ലാനിങ് ഇറ്റ്സ് ഗുഡ്. കാരണം ഇപ്പം 3-4 ദിവസം ഒരു
സ്ഥലത്തുള്ളതെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്കൊരു മ്യൂസിയം കാണണം, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആ ഒരു പ്ലേസിൽ ചിലപ്പം അത് എല്ലാ ഡേ ഒന്നും കാണണമെന്നില്ല, ചില ദിവസം അത് ഫ്രീ ആയിരിക്കും. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങൾ അതിനകത്ത് തന്നെ മണി സേവിങ് ടിപ്സ് ഉണ്ട്. അപ്പം അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ പിന്നെ ഓരോ സ്ഥലത്തെ പറ്റിയൊക്കെ ചിലപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽസ് പ്രിൻ്റ് ഔട്ടൊക്കെ എടുക്കാറുണ്ട്. ഇപ്പോൾ അതൊക്കെ നിർത്തി. അതൊക്കെ എടുക്കുമ്പോൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അവർ ജസ്റ്റ് കണ്ടങ്ങ് പോകത്തേ ഉള്ളൂ. അപ്പോൾ ഇതിങ്ങനെ ആണെന്ന് നേരത്തെ അറിഞ്ഞു പോകുമ്പോൾ അതിന് കുറച്ചുകൂടെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഒരു ഇപ്പം ഹെഗെയിൻ പല കോസ്റ്റിൽ നമുക്ക് ചെയ്യുകയും ചെയ്യാം. അപ്പം ഇപ്പം ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു, നമ്മൾ കോവിഡിന് മുമ്പും ഇപ്പോഴും ഒത്തിരി വ്യത്യാസമുണ്ട്. പണ്ടൊക്കെ നമ്മൾ പോയത് ശരിക്കും ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ് നൗ. നമ്മൾ ഇപ്പോൾ എല്ലാം ഡബിൾ പ്രൈസായി. പണ്ടൊക്കെ ചെയ്യുന്നതിൻ്റെ ഇരട്ടി. അപ്പോൾ എല്ലാം ഹോട്ടൽ അക്കോമഡേഷൻ ഒക്കെ ഭയങ്കര പ്രൈസിയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇതൊക്കെ വന്നിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഐ തിങ്ക് ഇറ്റ്സ് ഡൂവബിൾ ഇഫ് യു പ്ലാൻ ഇറ്റ് ഇൻ അഡ്വാൻസ്. ഇതുപോലെ ബ്രേക്കിന് മുമ്പ് ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് ചോദിക്കണത്. ഇനി നിങ്ങൾ 2 കുട്ടികളാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങൾ കുഞ്ഞുങ്ങളായിരുന്ന സമയത്തും അതിപ്പോൾ പിള്ളേർ വലുതായി കഴിഞ്ഞിട്ടും നിങ്ങൾ ഫാമിലി ട്രിപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പാരൻസിൻ്റെ ഇൻട്രസ്റ്റ് അല്ല ഞങ്ങൾക്ക്, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ പോകണ്ട. അത് നിങ്ങളെങ്ങനെ അതിനെ കണക്ട് ചെയ്ത് ഒരുമിച്ച് കൊണ്ടുപോകണം? ഇപ്പോൾ ഒരു കൺട്രിയിൽ ചൂസ് ചെയ്തു, നിങ്ങൾക്ക് ചിലപ്പം ആർക്കിടെക്ചറൽ ബിൽഡിങ്സ് കാണാനായിരിക്കും, അവർക്ക് ഈ നടന്ന് കാണാനൊന്നും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അവർ രണ്ടുപേരെയും കണക്ട് ചെയ്ത് നിങ്ങൾ എങ്ങനെയാണ് ഒരു ഡേ ഒരു ചലഞ്ചാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പ്രീ പ്ലാനിങ്ങിൽ കുറച്ചൊക്കെ അത് വരും. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, ആദ്യമേ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് നമ്മൾ കുട്ടികൾക്കും കാണിച്ചു കൊടുക്കും. നിങ്ങൾക്ക് ഇഷ്ടമാണോ, അത് യു ഓക്കെ വിത്ത് ഇറ്റ് എന്നുള്ളത് നമ്മൾ ചോദിക്കും കുറേയൊക്കെ. ചില സമയത്ത് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ അവർ കുറച്ച് കഴിയുമ്പോൾ ബോറായിരിക്കും. ബട്ട് സ്റ്റിൽ ഐ തിങ്ക് ഇറ്റ് ഡിപ്പെൻസ്. അപ്പോൾ അവരുടെയും കൂടെ ഒപ്പീനിയൻ എടുക്കുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അവരുടെ എൻജോയ് ചെയ്യുന്ന ടൈപ്പ്, ഇപ്പം ഏതെങ്കിലും ഒരു ടൈപ്പ് പാർക്കിൽ പോകുമ്പോൾ അതായിരിക്കും അവർക്ക് എൻജോയ്മെൻറ്റ്. അത് മിക്സ് ചെയ്യാം നമുക്ക്. അപ്പോൾ അവർക്കും എൻജോയ്മെൻറ്റ് വരുന്ന രീതിയിൽ. അപ്പോൾ അങ്ങനെ ഒരു ഫ്യൂഷനായിട്ട് നമുക്ക് ചെയ്യാം. കുറച്ച് നമ്മുടെ ഒരു കോംപ്രമൈസ്, ലൈക്ക് കുറച്ച് നമ്മുടെ ഇപ്പം ഇവിടെ കുട്ടികൾക്ക് 2 പേർക്കും ഇഷ്ടമാണ്, യൂറോപ്പൊക്കെ അവർക്കും വളരെ ഇഷ്ടമാണ്. ബട്ട് ഇഫ് ഐ നോ പലരും പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ കുട്ടികൾക്ക് അത് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എല്ലാവരുടെയും നടക്കാനുണ്ട്. ദാറ്റ് ഈസ് വൺ തിങ്. നടക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ ഇറ്റ് കുഡ് ബി എ ചലനം. നമ്മൾ ഒത്തിരി നടക്കാറുണ്ട്, ഒരു ദിവസം 20K ഒക്കെ ഈസി നടക്കാറുണ്ട് കുഞ്ഞിലെ തൊട്ടേ കുട്ടികൾ. അപ്പോൾ അത് ദേ ലൈക്ക് ഇറ്റ്. പക്ഷേ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ എഗെയിൻ ദെൻ അതിനനുസരിച്ചുള്ള നമുക്ക് പ്ലാൻ ചെയ്യാം. ഒത്തിരി നടക്കണമെങ്കിൽ അതുപോലെയുള്ള എല്ലാ ഓപ്ഷൻസും ഉണ്ടല്ലോ. നമുക്ക് ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്സ് തന്നെ കാണണം. യു ക്യാൻ പ്ലാൻ അക്കോർഡിംഗ്ലി. അതാണ് നേരത്തെ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ഉള്ള ഒരു അഡ്വാൻറ്റേജ്. ഓക്കെ, അപ്പം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന മലയാള ജാലകം ലിസണേഴ്സ്, നമ്മൾ ചോദിക്കുന്നത് ശ്രോതാക്കൾക്ക് ഇതുപോലെ ഒരു ട്രിപ്പ് പോകാൻ താല്പര്യമുണ്ട്, നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിൻ്റെ ഒരു എക്സ്പേർട്ടാണ് നമ്മുടെ കൂടെ ഇപ്പം ഇന്ന് ലൈവായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് എനിക്ക് വാട്സാപ്പ് ചെയ്യുക. നമ്മളൊരു പാട്ട് ഇട്ടൊരു ബ്രേക്ക് ഇടുകയാണ്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ക്വസ്റ്റ്യൻസ് ഞങ്ങൾ നോക്കുന്നതായിരിക്കും. അതിൻ്റെ ആൻസേഴ്സും നമ്മൾ ഈ ഒരു ഷോയിൽ നമ്മൾ ഒരു 3ാമത്തെ പങ്ക്തിയാണിത്. നമ്മൾ ആദ്യമേ ഒരു റെക്കോർഡിംഗ് സെഷൻ എടുത്തു, പിന്നെ നമ്മളൊരു ലൈവായിട്ട് പോയി. നമ്മൾ വേൾഡ് ട്രാവൽ ഇൻ ബഡ്ജറ്റഡ് വേ, അല്ലെങ്കിൽ ഒരു സേഫ്റ്റി ഫാമിലി ട്രിപ്പ്, അതിനെ പറ്റിയിട്ടാണ് നമ്മൾ സിനിയായിട്ട് സംസാരിച്ചത്. അപ്പോൾ നമ്മളിനി അടുത്തതായിട്ട് നമ്മൾ സംസാരിക്കുന്നത്, നമ്മൾ പല രാജ്യങ്ങളിലോട്ട് നമ്മുടെ ഹോൾ ഫാമിലീനെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ആ ഒരു സേഫ്റ്റി കൺസേൺസ് നമ്മൾ കീപ്പ് ചെയ്യുക, എന്തൊക്കെ കാര്യങ്ങൾ ആ സമയത്ത് നോക്കണം? ഇമിഗ്രേഷൻ ഉണ്ട്, ട്രാവലിംഗ് ടൈം ഉണ്ട്, ഫ്ലൈറ്റ്, നിങ്ങൾ പല രീതിയിലുള്ള ട്രാവലിംഗ് എടുക്കുക. അപ്പം എന്തൊക്കെയായിരുന്നു നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അവിടെ? സ്റ്റാർട്ടിങ് ഫ്രം ഇമിഗ്രേഷൻ, വീസ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പം ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ ഓസ്ട്രേലിയൻ പാസ്പോർട്ട് ഒന്നും ഉണ്ടെങ്കിൽ നമുക്ക് മിക്ക യൂറോപ്യൻ കൺട്രീസ് മിക്കയിടത്തും വിസ ഫ്രീ ആണ്. അപ്പോൾ അവിടെ ഇമിഗ്രേഷൻ അവിടെയൊന്നും ഒരു പ്രശ്നവും ഇതുവരെ നമ്മൾ ഫേസ് ചെയ്തിട്ടില്ല. എല്ലാം ക്ലിയർ ആണ്. പിന്നെ നമുക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങളും ഒന്നും അതിനെപ്പറ്റിയൊന്നും പറയേണ്ടതില്ല. പിന്നെ സേഫ്റ്റി ഡെഫിനറ്റ്ലി ഈസ് എ ബിഗ് കൺസേൺ. കാരണം പല കൺട്രീസിൽ, ഞാൻ ഈ പറഞ്ഞ പല കൺട്രീസിലും ഭയങ്കരമായിട്ട് പിക്ക് പോക്കറ്റ്സും നമുക്കും ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന് നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മുടെ കൺമുമ്പിൽ വെച്ചിട്ട് എടുത്തുന്ന. അപ്പം പാരീസ്, റോം, ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ, പാരീസ്, റോം, ബാർസലോണ, എസ്പെഷ്യലി ഈ 3 കൺട്രീസും നമ്മുടെ എക്സ്പീരിയൻസിൽ ഏറ്റവും, ആഥൻസ് വാസ് നോട്ട് ദാറ്റ് ബാഡ്. പക്ഷേ ഈ 3 കൺട്രീസിലും എന്താ പറയുക, വളരെ കെയർഫുൾ ആയി. എസ്പെഷ്യലി ബാർസലോണയിലൊക്കെ പ്രൊഫഷണൽ ആയിട്ടുള്ള പിക്ക് പോക്കറ്റ്സ് ആണ് ഉണ്ടായത്. ആക്ച്വലി ഇപ്രാവശ്യം നമ്മൾ പോയ ബാർസലോണയിൽ എൻ്റെ പേഴ്സ് കളഞ്ഞുപോയി. ഇറ്റ് ഹാഡ് എവറിത്തിങ് ഇൻ ഇറ്റ്, ഓൾ ദ കാർഡ്സ്. പക്ഷെ ലക്കിലി ദർ വാസ് നോ മണി. വലിയ കാശൊന്നും അധികം ഉണ്ടായിരുന്നില്ല. അപ്പം തന്നെ പോയി എല്ലാ കാർഡും ക്യാൻസൽ ചെയ്തു.
പക്ഷേ അത് നമ്മൾ ഇച്ചിരി ഒന്ന് കാഷ്വൽ ആയതാണ്. ആക്ച്വലി നമ്മൾ പാരീസ് അവിടെ എല്ലാം പോയപ്പോൾ വളരെ കെയർഫുൾ ആയിരുന്നു. നമുക്ക് സേഫ് ആൻറ്റി തെഫ്റ്റ് ബാഗ്സ് കിട്ടും. അപ്പോൾ നമ്മൾ അത് എല്ലാവരും എല്ലാം ക്യാരി ചെയ്യാതെ കഴിയുന്നതും അവോയ്ഡ് ചെയ്യുക. ഒത്തിരിയും കാര്യങ്ങൾ നമ്മൾ ഡോക്യുമെൻറ്റ്സ് ഒന്നും കയ്യിൽ കഴിയുന്നതും കൊണ്ടുപോകരുത്. പാസ്പോർട്ടൊക്കെ നമ്മൾ എപ്പോഴും സേഫ്റ്റി ഒരു ഇത് എപ്പോഴും കാണുമല്ലോ നമ്മുടെ ഹോട്ടലിൽ, നമുക്ക് അവിടെ വെച്ചിട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ അവിടെ ചെന്നാലും എപ്പോഴും കെയർഫുൾ ആയിരിക്കണം, എപ്പോഴും അലേർട്ട് ആയിരിക്കണം. കാരണം ഇറ്റ് ക്യാൻ ഹാപ്പൻ എനി ടൈം. അപ്പോൾ ഇങ്ങനെയുള്ള കൺട്രീസിൽ, എസ്പെഷ്യലി ഞാൻ ഈ പറഞ്ഞ കൺട്രീസിൽ നമ്മൾ പോയെടുത്ത് ബാക്കിയുള്ളിടമൊന്നും അത്ര കുഴപ്പമില്ല, പക്ഷെ അവിടെയൊക്കെ വളരെ കെയർഫുൾ ആയിരിക്കണം. കുട്ടികളുടെ കയ്യിലും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒന്നും ഇത് ചെയ്യരുത്. ഈ പാസ്പോർട്ടൊക്കെ കഴിയുന്നതും കൈ കൊണ്ട് നടക്കാതിരിക്കുക. കാരണം നമ്മുടെ മുമ്പ് വെച്ച് നമുക്കങ്ങനെ കണ്ടിട്ടുണ്ട് ആൾക്കാരെ പാസ്പോർട്ട് കളഞ്ഞു പോയി. നമ്മൾ പാരീസിൽ ചെന്ന ഹോട്ടലിൽ ഇറങ്ങി ബാഗ് കൊണ്ടുവച്ച് തിരിച്ചു വരുമ്പോഴേക്കും അവരുടെ ഹാൻഡ് ബാഗ് പോയി. ആൻഡ് ഇറ്റ് ഹാഡ് എവറിത്തിങ് ഇൻ ഇറ്റ്. അപ്പോൾ അവർ പാനിക്കാവുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആൻഡ് വി ഹാഡ് ടു ഗോ ടു ദ പോലീസ് സ്റ്റേഷൻ വിത്ത് ദം. അങ്ങനെയൊക്കെ ഒത്തിരിയും ഇഷ്യൂസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം. അത് ഇറ്റ് ഹാസ് ടു ബി ടേക്കൺ സീരിയസ്ലി. ആൻറ്റി തെഫ്റ്റ് ബാഗ്സ് അങ്ങനെയുള്ള നമ്മൾ പ്രിക്കോഷൻ എടുക്കണം നന്നായിട്ട്. അപ്പോൾ അതൊന്ന്. പിന്നെ അപ്പോൾ അതായിരുന്നല്ലോ മെയിൻ ക്വസ്റ്റ്യൻ, കുട്ടികളുടെ സേഫ്റ്റി. ഇപ്പം നമ്മൾ അവരെ ഫ്രീ ആയിട്ട് ഒരു സ്ഥലത്ത് വിടാൻ പറ്റത്തില്ല, അതോ നമ്മൾ എപ്പോഴും ഒരുമിച്ച് അങ്ങനത്തെ സംഭവങ്ങൾ കുഴപ്പമില്ല. മെയിൻലി ഇതാണ് ഈ നമ്മളെ റോബറി അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ. അങ്ങനെയുള്ള ഒത്തിരി ആൾക്കാർ എല്ലായിടത്തും ഉണ്ട്, ഈ പറഞ്ഞ സ്ഥലങ്ങളിലുണ്ട്. ഇപ്പം ഈ ബെൽജിയം അവിടെയുണ്ട്, എല്ലായിടത്തും ഉണ്ട്. അപ്പം അത് മാത്രമേ ഉള്ളൂ, അല്ലാതെ ആളപായം അങ്ങനെയുള്ള ഒരു ഇതില്ല. നമ്മൾ ഒന്നിച്ച് നടക്കുക എപ്പോഴും കഴിയുന്നതും. എപ്പോഴും എല്ലാവരും കയ്യിലൊരു ബാക്ക് പാക്ക് കാണുമല്ലോ, ആ ഒരു ചെറിയ ഒരു ഇത് കാണും. ഇപ്പം നമ്മളവിടെ ഇപ്പോൾ ജോബിനാണ് മിക്കവാറും എല്ലാം ഇത് ചെയ്യുന്നത്. ആ ആൻറ്റി തെഫ്റ്റ് ബാഗോ അങ്ങനെ ഇപ്പം എല്ലാവരും ഇങ്ങനെ ക്യാരി ചെയ്യില്ല. അപ്പം ഞാൻ കഴിയുന്നതും നമ്മുടെ കയ്യിൽ ഇപ്പോൾ ജസ്റ്റ് ഫോൺ അങ്ങനെ, പക്ഷെ ഫോൺ തന്നെ ആണെങ്കിലും വളരെ സൂക്ഷിക്കും. നമ്മൾ വെച്ച് തിരിഞ്ഞ് മാറുമ്പോൾ ചിലപ്പോൾ പോകുമെന്ന് പറയും. അപ്പം എല്ലാം കെയർഫുൾ ആയിരിക്കണം. നമ്മളെപ്പോഴും ആ ഒരു പ്രിക്കോഷൻ എടുത്തില്ലെങ്കിൽ യു ക്യാൻ ഒത്തിരി നമുക്കൊരു ബാഡ് എക്സ്പീരിയൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം മറ്റൊരു ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ചോദിച്ചത്, നിങ്ങൾ ഫാമിലി ആയിട്ട് പോകുന്നതിനാണ് എപ്പോഴും ഇത് ചെയ്യുന്നത്. ആ ഒരു ഫാമിലി ട്രിപ്പ് നിങ്ങളുടെ ആ ഒരു ഫാമിലി റിലേഷൻഷിപ്പിനെ എങ്ങനെയാണ് ഇമ്പാക്ട് ചെയ്തേക്കുന്നത്? ഐ തിങ്ക് ഫാമിലി, എനിക്ക് തോന്നുന്നു ഫാമിലി ആയിട്ട് ഒന്നിച്ച് ട്രാവൽ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ബിക്കോസ് യു ആർ മേക്കിംഗ് ഗുഡ് മെമ്മറീസ്. അതൊരിക്കലും പോകാതെ നമ്മൾ എന്നും ദാറ്റ് ലാസ്റ്റ് ഫോർ എവർ. അത് കുട്ടികൾക്ക് എന്നും അവർക്ക് അതൊരു ഓർമ്മയായിരിക്കും, നമുക്കും അതൊരു ഓർമ്മയാണ്. നമ്മൾ കുട്ടികളായിരുന്നപ്പോൾ നമുക്ക് ഇതുപോലെ പോകാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ ചെറിയ ട്രിപ്സൊക്കെ നമുക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല നമ്മുടെ പേരൻസിന്. പക്ഷേ നമുക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഐ തിങ്ക് ഇറ്റ്സ് എ വെരി ഗുഡ് വേ ടു ബോണ്ട് ആൻഡ് ബിൽഡ് ഗുഡ് റിലേഷൻഷിപ്പ്. അതുപോലെ ഗുഡ് മെമ്മറീസ്, ദാറ്റ്സ് എ മെയിൻ തിങ്. അതൊരിക്കലും അവർ മറക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഐ തിങ്ക് ഇറ്റ്സ് വെരി ഗുഡ് ഫോർ ദ ഫാമിലി. പിന്നെ ഞാൻ നേരത്തെ ചോദിച്ചത് ഇതിൽ നിങ്ങളിപ്പോൾ 4 പേര് കൂടെ പോകുന്നു, ഇപ്പോൾ ഒരു മാസത്തേക്കാണ് പോകുന്നതെന്നൊക്കെ വെച്ചാൽ അത് നമ്മൾ പാക്ക് ചെയ്യുന്ന ആ ഡ്രസ്സിൻ്റെ ലെവൽ അല്ലെങ്കിൽ നമ്മുടെ ബാഗേജിൻ്റെ ലെവൽ ഭയങ്കര കൂടുതലായി. അത് നിങ്ങൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? അത് അവിടെ നമ്മുടെ ഒരു സ്ഥിരം ഫൈറ്റിംഗ് ഒരു ഇതാണ്. അതിങ്ങനെ ഒരു കോംപ്രമൈസിൽ നമ്മൾ കഴിയുന്നതും എത്രയും ലൈറ്റായിട്ട് പാക്ക് ചെയ്യുമോ അത്രയും നല്ലത് എന്നുള്ളതാണ്. കഴിയുന്നതും ലിമിറ്റഡ് എടുക്കുക. പിന്നെ നമ്മൾ എവിടെയെങ്കിലും പോകുന്നിടത്താണെങ്കിൽ നമുക്ക് വാഷിംഗ്, ഇപ്പം നമ്മൾ ഇടയ്ക്ക് ഇപ്പോൾ എല്ലാം ഹോട്ടൽസിലായിരിക്കില്ലല്ലോ, ചിലപ്പോൾ അപ്പാർട്ട്മെന്റ്സിൽ. അപ്പോൾ നമുക്ക് അവിടെ വാഷ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഒക്കെ കാണും. നമുക്കിപ്പോൾ ജീൻസ് ഒക്കെ ആണെങ്കിൽ കുറച്ച് ടോപ്സ് മാറി എടുത്തിട്ടും അങ്ങനെയുള്ള ഹെവി ഇതൊന്നും ഒത്തിരി എടുക്കാതിരിക്കുക. ജാക്കറ്റ് ഇട്ടുകൊണ്ട് പോകും. പിന്നെ അങ്ങനെയൊക്കെയുള്ള എന്താ പറയുക, കുറച്ച് പിന്നെ അത്യാവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്നാണെങ്കിലും വാങ്ങിക്കാമല്ലോ. അപ്പോൾ അത് ഒത്തിരി അങ്ങ് പാക്ക് ചെയ്യാതിരിക്കുക. നമ്മൾ സാധാ സ്യൂട്ട് കേസ് നമ്മുടെ യൂഷ്വൽ ഇതൊക്കെ തന്നെയാണ് കൊണ്ടുപോകുക. മിക്കവാറും 2 വലിയ പെട്ടിയും 2 ചെറിയ പെട്ടിയും അങ്ങനെയൊക്കെ ഒരു റൂൾ ഉണ്ട് അവിടെ. അതിനനുസരിച്ചൊക്കെ നമ്മൾ പാക്ക് ചെയ്യാൻ എല്ലാവരോടും അതിനകത്ത് തന്നെ ചെയ്യാൻ പറയും. നമ്മൾ അങ്ങനെ ഒത്തിരി ഒന്നും നമ്മൾ കഴിയുന്ന ഒത്തിരി സാധനങ്ങൾ അങ്ങ് കൊണ്ടുപോകാറില്ല. കാരണം നമുക്ക് എവിടെ പോയാലും കിട്ടാവുന്നതേ ഉള്ളൂ എല്ലാം. പിന്നെ എക്സ്പെൻസ് ഓൾസോ നമ്മളിപ്പോൾ ഈ നത്തിങ് ഇസ് ഇവിടെയും കോസ്റ്റ്ലി ആണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ യൂറോപ്പ് എല്ലാം കമ്പയർ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് സെയിം ആണ്. അതുകൊണ്ട് അങ്ങനെ നമ്മൾ കണ്ടമാനം ഒത്തിരി അങ്ങ് പാക്ക് ചെയ്യാറില്ല. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എല്ലാം എടുക്കും. എല്ലാത്തിലും ലിമിറ്റ് ചെയ്യാൻ നോക്കും. പിന്നെ വെയിറ്റിൻ്റെ ഇഷ്യൂ വരാമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒത്തിരി അങ്ങനെ മണി യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കൺവേർഷൻ വരുമല്ലോ. അപ്പം നമ്മൾ ഓസ്ട്രേലിയൻ ഡോളർ ആണോ കീപ്പ് ചെയ്യുന്നത്? അത് ആക്ച്വലി അതിനൊരു നല്ല ടിപ്പുണ്ട്. നമ്മൾ ഇത്രയും വർഷം ചെയ്തുകൊണ്ടിരുന്നത് നമുക്കൊരു ട്രാവൽ ഒരു മാസ്റ്റർ കാർഡ് ഉണ്ട്. അത് 28 ഡിഗ്രി എന്നുള്ള ഒരു കാർഡാണ്, ലാറ്റിറ്റ്യൂഡ്. അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് ടൈം പോയപ്പോൾ അത് യൂസ് ചെയ്തില്ല. വി ഡിഡ്ന്റ് നോ അബൌട്ട് ഇറ്റ്. നമ്മൾ ട്രാവലെക്സ് കാർഡിൽ ലോഡ് ചെയ്തിട്ടൊക്കെയാണ് പോയത്. പിന്നെ നമ്മൾ എപ്പോഴും ട്രാവൽ ചെയ്യുന്നതായതുകൊണ്ട് നമ്മൾ ഈ 28 ഡിഗ്രി കാർഡ് എടുത്തു. ഇറ്റ്സ് എ വെരി ഗുഡ് കാർഡ്. ഞാൻ
അഡ്വർടൈസ് അല്ല, അതുപോലുള്ള വേറെ ഒത്തിരി നല്ല കാർഡ്സ് ആണ്. പക്ഷെ അതുപോലുള്ള ഏതെങ്കിലും ഒരു കാർഡ് എടുക്കുക. അത് എടുക്കുമ്പോൾ നമുക്ക് അതിനകത്ത് വേറെ ഒരു എക്സ്ട്രാ അഡീഷണൽ ഫീസ് ഒന്നും വരുന്നില്ല. നമുക്ക് സാധാരണ എക്സ്ചേഞ്ച് റേറ്റ്, നല്ല എക്സ്ചേഞ്ച് റേറ്റ് കിട്ടും. പക്ഷേ അല്ലാതെ അഡീഷണൽ കൺവേർഷൻ ഫീ വേറെ, ഫോറിൻ ട്രാൻസാക്ഷൻ ഫീസ് ഒരു കാർഡാണ്. അതെ, അത് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം, എല്ലായിടത്തും യൂസ് ചെയ്യാം. ആൻഡ് ദർ ഇസ് നോ ആനുവൽ ഫീ ഇത്. അപ്പം അത് എൻ്റെ ഒരു കൊളീഗ് ഹു ട്രാവൽസ് എ ലോട്ട് എനിക്ക് പറഞ്ഞു തന്നു. അങ്ങനെയാണ് അതിനെപ്പറ്റി അറിയുന്നത്. പിന്നെ ആ കാർഡ് ആണ് നമ്മൾ അന്ന് തൊട്ടേ, ഇറ്റ്സ് വെരി കൺവീനിയൻറ്റ്. അപ്പം നമുക്ക് രണ്ടുപേർക്കും എടുക്കാമല്ലോ. അപ്പം അല്ലെങ്കിൽ അഡൽട്സ് ആരൊക്കെയുണ്ട് അവർക്കെല്ലാം അപ്ലൈ ചെയ്യാമല്ലോ. അപ്പം അങ്ങനെ അതാണ് നമ്മൾ ഇത്രയും നാളത് വളരെ ഹാൻഡിയാണ്. നമ്മൾ അത് മാത്രമേ ഒത്തിരി മണി ഇടുക എന്നല്ല, അത് നമുക്ക് ഇത് ക്രെഡിറ്റ് കാർഡ് പോലെ നമുക്ക് യു ജസ്റ്റ് പേ ഓഫ് വാട്ട് എവർ യു സ്പെൻഡ്. അതിനുള്ള ലിമിറ്റിനനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ സാധാരണ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന പോലെയാണ്. അതിനകത്ത് മണി ലോഡ് ചെയ്യല്ല, നമ്മളൊരു കാർഡ് പോലെ, നമ്മുടെ ഒരു സാധാരണ ക്രെഡിറ്റ് കാർഡ് പോലെ നമ്മൾ അതിന് അപ്ലൈ ചെയ്യുന്നു. ആൻഡ് യു യൂസ് ഇറ്റ് വെറെവർ യു ഗോ. അത് സ്റ്റാൻഡേർഡ്. അതിനകത്ത് എക്സ്ട്രാ ഫീ ഒന്നും വരുന്നില്ല, ഫോറിൻ എക്സ്ചേഞ്ച് ഒന്നും അതിനകത്ത് ചാർജ് ചെയ്യാറില്ല, ആൻഡ് ആനുവൽ ഫീയും വരുന്നില്ല. അപ്പം നമ്മൾ ഇവിടുത്തെ ഒരു കാർഡ് യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇങ്ങനത്തെ ഇവിടെയും ക്രെഡിറ്റ് കാർഡായിട്ട് യൂസ് ചെയ്യാം. ഇവിടെ യൂസ് ചെയ്യാം, എല്ലായിടത്തും യൂസ് ചെയ്യാം. ആൻഡ് ഇറ്റ്സ് എ വെരി ഗുഡ് ഓപ്ഷൻ. അപ്പം നമ്മൾ അതാണ് ഇത്രയും വർഷമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് വെരി ഹാൻഡി ഫോർ us. നിങ്ങളുടെ ട്രിപ്പുകളിൽ നിങ്ങൾ സിക്ക് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നമ്മൾ ഇതുവരെ അങ്ങനെ സിവിയർ ആയിട്ടൊന്നും അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇപ്പൊ ചെറിയ ചെറിയ ഇൻസിഡൻസ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ഫാർമസി പോയി, അവിടെ പോയി ഫാർമസിസ്റ്റിനെ കണ്ട് അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ നമുക്ക് ഈ ട്രാവൽ ഇൻഷുറൻസ് ഇതുവരെ നമ്മളങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ നമ്മൾ ക്രെഡിറ്റ് കാർഡ് വെച്ച് പോയാണ്, ഇവിടുത്തെ ക്രെഡിറ്റ് കാർഡ്, നമ്മുടെ ബാങ്കിലെ ക്രെഡിറ്റ് കാർഡ് വെച്ച് പോയാണ്. മിക്ക ബാങ്ക്സിനും ട്രാവൽ ഇൻഷുറൻസ് അതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഓപ്ഷനാണ് യൂസ് ചെയ്യുക. പക്ഷേ ചിലർ ഫോർ എക്സ്ട്രാ പ്രിക്കോഷൻ അഡീഷണൽ എടുക്കാറുണ്ട്. എടുക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഒന്നും കൂടി നല്ലത്. പക്ഷെ നമ്മൾ ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ തന്നെ ഓപ്ഷൻ ഇത്രയും നാളും യൂസ് ചെയ്തിട്ടുള്ളൂ. അതിലെന്തെങ്കിലും വരുന്നെങ്കിൽ നമുക്ക് അങ്ങനെ മേജറായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല ഇതുവരെ. സോ ഓക്കെ, സോ താങ്ക് യു. നമ്മൾ കുറേ ഇൻഫർമേഷൻസ് ആണ് നമ്മുടെ ഒരു ട്രാവലിനെ പറ്റിയിട്ട് കിട്ടിയത്. പക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ യൂട്യൂബ് ചാനലായിരിക്കും ഞങ്ങൾക്ക് ഏറ്റവും അധികം നല്ലൊരു ഗൈഡ്. അപ്പോൾ തീർച്ചയായിട്ടും എങ്ങനെയാണ് ഓരോ പ്ലാനിങ് നടക്കുന്നത് എന്നതിൻ്റെയും കൂടെ ഒരു വീഡിയോ ഇടുകയാണെങ്കിൽ നമുക്കത് എളുപ്പമായിരിക്കും. കാരണം നേരത്തെ പറഞ്ഞല്ലോ, ടൈം, വെൻ, വെയർ, ഹൗ, അങ്ങനത്തെ, പിന്നെ ആ സ്ഥലങ്ങളുടെ ലൊക്കേഷൻ എപ്പോഴാണ് ചീപ്പർ, അങ്ങനെയൊക്കെയുള്ള ഒരു വീഡിയോ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റുഡിയോയിൽ വന്ന് ഇത്രയും നല്ലൊരു ഇൻഫർമേഷൻ, പ്രത്യേകിച്ച് ഇപ്പോൾ ഹോളിഡേ ടൈമാണ്, എല്ലാവരും എവിടെ പോകണം എന്നൊക്കെ ഒരു പ്ലാൻ ചെയ്യുന്ന സമയത്തായിരിക്കും. നമുക്കിപ്പോൾ ബിഗ് ഹോളിഡേ വരുന്നുണ്ടല്ലോ, അപ്പോൾ ആ സമയത്ത് പ്ലാൻ ചെയ്യാനായിട്ട് ഈ ഒരു ഇൻഫർമേഷൻസ് ഹെൽപ്പ് ചെയ്തിരിക്കുന്നതാണ് തീർച്ചയായിട്ടും വിശ്വസിക്കുന്നത്. അപ്പോൾ സിനി നമ്മുടെ കൂടെ വന്ന് ഇത്രയധികം ഇൻഫർമേഷൻസ് തന്നതിന് മലയാള ജാലകത്തിൻ്റെ വക നന്ദി പറയുന്നു. എന്തായാലും പുതിയ പുതിയ സ്ഥലങ്ങൾ കാണട്ടെ, അതിൻ്റെ വീഡിയോസ് വരട്ടെ എന്ന് ആശംസിക്കുന്നു.